നമ്മൾ തുടർന്ന് ഒരു വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഷെറിലാണ് വചനം പ്രഘോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് നമ്മുടെ അനേകം കുട്ടികളെയും യൂത്തിനെയെല്ലാം പരിശുദ്ധാത്മാവിനെ കൊണ്ട് അഭിഷേകം ചെയ്ത് അവർക്ക് പ്രീച്ചിങ് ഗിഫ്റ്റ് കർത്താവ് നൽകി. കർത്താവിൻ്റെതായിട്ടുള്ള പല രീതികളുണ്ട്. അപ്പോൾ നമുക്ക് കർത്താവിനെ തടഞ്ഞു നിർത്താൻ പറ്റിയല്ല. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ ചിലർക്ക് കർത്താവ് പ്രീച്ചിങ് ഗിഫ്റ്റ് കൊടുക്കും, ചിലർക്ക് കർത്താവ് ഹീലിംഗ് ഗിഫ്റ്റുകൾ കൊടുക്കും, ചിലർക്ക് കർത്താവ് പലർക്ക് അങ്ങനത്തെ പലതരം ഗിഫ്റ്റുകൾ വാരിക്കോരി കൊടുക്കും. അത് കർത്താവിൻ്റെ മനസ്സാണ്, കർത്താവിൻ്റെ ഇഷ്ടമാണത്. പറഞ്ഞവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാ എല്ലാ ഗിഫ്റ്റുകളും സഭ വളർത്താൻ വേണ്ടിയിട്ടാണ്. കോമൺ സിമ്പിൾ പറഞ്ഞത് എല്ലാ വരങ്ങളും പൊതു നന്മയ്ക്ക് വേണ്ടി കോമൺ ഗുഡിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കുറച്ച് സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ കുറച്ച് സമയം നമ്മളുടെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാരുടെ ആരോഗ്യം ഇഷ്ടമനുസരിച്ച് പറഞ്ഞോളാൻ പറഞ്ഞു, ഫ്രീഡത്തിൽ പറഞ്ഞോളാൻ പറഞ്ഞു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അത് ഇവിടെ ഒരു ഷീസ് റെപ്രസെൻറ്റിങ് അവർ ടീനേജേഴ്സ്. അവർക്കൊന്ന് പ്രാർത്ഥിക്കാം. വളരെ ഉയർത്തി വളരെ നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ മകൾ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മേൽ ആത്മാവ് വരാൻ വേണ്ടി ഒരു നന്മ നിറഞ്ഞവരെന്ന് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. Praise the Lord. Hallelujah. Hallelujah. I speak half in English, pagadi Malayalam, if that's okay. I will only speak what the Holy Spirit is putting on my tongue and nothing else. Hallelujah. The Word of God says this way, Acts 2:17 and Joel 2:28. In the last days, it will be that God declares, I will pour out my spirit upon all flesh. Your sons and your daughters shall prophesy. Your young men shall see visions, and your old men shall dream dreams. Hallelujah. Hallelujah. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവസാന നാളുകളിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ധാരാളമായി ഒഴുകും. പറഞ്ഞേ ഹല്ലേലൂയ. And one effect of that has been the second Saturday convention, where നിങ്ങൾ എല്ലാവരും മാസത്തോറും നിങ്ങൾ വരുന്നു, വചനം കേൾക്കുന്നു. But the Holy Spirit is asking us to grow. ഇവിടെ യേശുവിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? കൈവക്കാം. യേശുവിൽ വളരാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷനിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹങ്ങൾ കിട്ടുന്നു, ഹീലിംഗ്സ് ഉണ്ടാവുന്നു, ഡെലിവറൻസ് ഉണ്ടാവുന്നു. പക്ഷേ the Holy Spirit wants us to grow. So, can I ask you to turn to Colossians? മലയാളത്തിൽ കൊളോസോസുകാർക്ക് എഴുതിയ പുസ്തക ലേഖനം 1-ാം അധ്യായം 26-27 വരെ. In English, it reads like this. The mystery that has been hidden throughout the ages and generations, but has now been revealed to his saints. To them, God chose to make known how great among the Gentiles are the riches of the glory of this mystery, which is Christ in you, the hope of glory. Say hallelujah. I want to reveal to you the greatest mystery of our faith, but that one which is not understood enough, and that is the passionate love of our God for us. Can I hear you say hallelujah? Can you shake the hand of the person next to you and tell them, Jesus loves you? Hey, idu pattilla. No, you can't. Avare pedipikkanalla njan parnathu. Shake their hand and tell them, Jesus loves you. Once again, to the people around you, tell them, Jesus loves you. I first encountered this love at the age of 15. അതിനു മുമ്പ് ഞാൻ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷനിൽ വരുമായിരുന്നു. To be exact, ഈ 4-ാമത്തെ റോയില് എല്ലാ പ്രാവശ്യം ഞാൻ വന്നിരിക്കും. എന്റെ പപ്പായുടെയും അമ്മയുടെ കൂടെ ഞാൻ വന്നിരിക്കും. സൂചിച്ച് മുന്നിൽ നിന്ന് പറയും, എല്ലാവരും കൈവോക്കി സ്തുതിക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കും. പിന്നെ പറയും, കൈവോക്കി സ്തുതിക്ക്. അപ്പോഴും ഞാൻ ഇങ്ങനെ നിൽക്കും. Because I lived in sin. I had a lot of deep influence from my Muslim friends. I lived in a lot of sin. And I did not want to change. I know that if I accept Jesus and if I believe in Jesus, then I'm going to have to transform my life. Then I'm going to have to change my life. And I did not want to do that. And like any other teenager that grew up in this country, I had a lot of,
this passion for clothes and music and entertainment. And my papa and mommy are here, so if I say a lie, they will know, they will catch me. My papa and mommy used to say that I used to sit for about 6 to 7 hours a day and watch movies. And I would have craze for all these celebrities. And I would live for the things of this world. But at the age of 15, Jesus revealed his love for me. And it goes like this. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ സോജിയച്ചൻ സ്കൂൾ ഇവാഞ്ചലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ സ്കൂൾ ഇവാഞ്ചലൈസേഷൻ അറ്റൻഡ് ചെയ്യാൻ പോയി. അങ്ങനെ രണ്ടാമത്തെ ദിവസം I encountered the powerful love of Jesus. I was sitting in a class and one of the ministers started preaching about sin. പാവത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. And ഞാനും എൻ്റെ കൂട്ടുകാരും ഇച്ചിരി താമസിച്ച ക്ലാസ്സിന് കളിച്ചത്. So I ended up sitting somewhere at the front. And he begins preaching about sin and he starts making me feel very uncomfortable. I started feeling very angry at him. I felt like hitting him because he was preaching about my life. How can you do that? I was so angry at him. I was telling, why are you preaching about my life through a microphone? And he was saying pornography, patilla. He was saying bad relationships, patilla. He was saying idolatry, patilla. He was saying pride, patilla. He was saying hypocritical life. In other words, നമ്മൾ ധ്യാനങ്ങൾ വരുന്ന ഭയങ്കര പ്രാർത്ഥിക്കുന്ന ആള് പക്ഷെ വീട്ടിൽ പോകുമ്പോൾ വേറൊരു വ്യക്തി. അങ്ങനത്തെ സ്വഭാവം പറ്റില്ല. He said 100% love Jesus or live or not. And he convicted me a lot about sin. But then he said, Romans 5:8. The word of God says this way. But God proved his love for us in that while we were still sinners, Christ died for us. Say hallelujah. നമ്മൾ പാപികൾ ആയിരുന്നിട്ടും യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. That convicted me. What? And the Muslim friends would tell me, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നൊന്നുമല്ല. We have to just, honor God. That's it. ദൈവം സ്നേഹമാണ് എൻ്റെ മുസ്ലിം കൂട്ടുകാരോട് പറയുമ്പോൾ they don't understand the concept. And here I am being told that this Jesus has a crazy love for me. And today I'm here to introduce my friend to you. My boyfriend. My mom's looking at me. Boyfriend? I want to introduce my boyfriend to you, and his name is Jesus. His name is Jesus. That is my boyfriend. Yes, my Jesus is King. Yes, my Jesus is Creator. Yes, my Jesus is God. But to me, he's something more now. He is my boyfriend. When I wake up in the morning, he's there for me. When I'm at college, he's there for me. When I'm having my problems, when I'm going through suffering, he's there for me. And that is what Christ is calling you to. Many of you are married, but if you have a passionate love for Christ, then I promise you, every aspect of your problem, whether it be divorce, whether it be the need for inner healing, whether it be sin, maybe addiction to pornography, maybe an addiction to gossip, maybe pride, whatever it is, if we have a passionate love for Christ, I promise you, that breaks every bond. That breaks every bondage. Say hallelujah. Hallelujah. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ കൺഫെഷനിലേക്ക് പോവാം. And I walk into confession and I kneel down. And the moment I knelt down, I felt like someone came up to me and put a huge rock on my back. And I have no idea what is going on. Suddenly I start getting very heavy, and on the other side is a priest. And he's listening to my confession. And I know the priest on the other side. He had been battling with cancer, but God had just beautifully worked in him. And I told him, Acha, ഞാൻ ഇതുവരെ കള്ളക്കുമ്പസാര ചെയ്തിട്ടുള്ളത്. സോജിച്ചനൊക്കെ ആണെങ്കിൽ ഞാൻ ഒരിക്കലും സത്യമായിട്ട് കുമ്പസാരിച്ചിട്ടില്ല. അച്ഛൻ ഞാൻ മരിക്കും കുമ്പസാരിക്കാൻ എനിക്ക് അറിയത്തില്ല, എന്നെ സഹായിക്കാമോ? അച്ഛനും എന്നോട് ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു തരുക, പാപത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം പറഞ്ഞു തരിക. അങ്ങനെ one by one I start giving my sins to God. Every single one of my sin. I started saying, Jesus, this is what I did at the age of 13. Jesus, this is what I did at the age of 14. Jesus, this is what I did at the age of 15. And I need your help and I need your forgiveness.
I remember, as I finished saying my sins, the Father came to absolve me. And as He was absolving me of my sin, suddenly a huge presence of God came upon me. Say hallelujah. Hallelujah. The love and the joy that I have never experienced in my life came upon me. I would sit and watch 7 hours movie, but after that 7 hours, the entertainment was finished. But for the first time in my life, I felt the power and the presence of God. And I get up, and I'm filled with so much energy, I'm filled with so much joy, I'm filled with so much power, and I woke out of confession. And I stayed, knelt down for 1 hour, and I just cried. Because this was my first encounter with Christ. And it's been 2 years since I came to know Jesus. It's been 2 years. And God put me in ministry, and God is asking me to preach about His love, because His love is not that simple. It's not simple. It's so deep. It is so deep. But we don't realize because we don't spend enough time with Him. നമ്മൾ ധ്യാനങ്ങളിൽ വരുന്നു 8 മണിക്കൂർ US be here. പക്ഷേ ഈശോ നോക്കുന്നത് നമ്മുടെ വീട്ടിൽ പോയി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വീട്ടിൽ ചെന്ന് പാടെ കഴിഞ്ഞ് നമ്മൾ TV ആണോ ഓണാക്കുന്നത്? വീട്ടിൽ ചെന്ന് കഴിഞ്ഞ പാടെ നമ്മൾ പാപമാണോ ചെയ്യുന്നത്? Then this 8 hours was nothing. Christ is asking us a 24/7 commitment. 24 മണിക്കൂർ യേശു 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 എന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ. I know many parents are not happy to hear that. That 24/7, the children are going around saying Jesus, 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 praying, praying, praying. But that is what Christ wants. Then He blesses us with everything else. Matthew 6:33, seek first the kingdom of God and its righteousness, and everything shall be added unto you. Everything shall be added unto you. And Papa and Mummy could have played upon that. So, they will know. And എൻ്റെ പപ്പായും മമ്മിയും എൻ്റെ അടുത്ത് വരുമായിരുന്നു. ആൻഡ് ആ പ്രായത്തിൽ എനിക്കിതിൻ്റെ ആഴം മനസ്സിലായില്ല. പക്ഷെ എൻ്റെ പപ്പായും മമ്മി എന്നോട് പറയുമായിരുന്നു, എൻ്റെ മമ്മി എന്നെ അടുത്ത് വിളിച്ച് പറയുമായിരുന്നു, ഷർലെ നീ ഡോക്ടർ ആയില്ലേലും എനിക്ക് കുഴപ്പമില്ല. അപ്പം എനിക്ക് കേട്ടപ്പോൾ നല്ല സന്തോഷമായി, പഠിക്കണ്ടല്ലോ. പപ്പായും മമ്മി പറയുമായിരുന്നു, നീ നേഴ്സ് ആയില്ലേലും കുഴപ്പമില്ല, നീ വലിയ ജോലി കിട്ടിയില്ലേലും കുഴപ്പമില്ല. പക്ഷെ മമ്മി പറഞ്ഞു, നീ ഒരു വിശുദ്ധയായിരിക്കണം, നീ ഈശോനെ സ്നേഹിച്ച് ജീവിക്കണം. That is it. I have never in my life heard any other person say it. My mom would come up to me and she would say, Cheryl, I want you to be a saint. Cheryl, I want you to love God passionately. And so when I came to encounter Jesus, what joy, what power. There are so many young people sat in here, and I want to talk to you. There is no greater love than the love of Jesus. Say hallelujah. No boyfriend, no girlfriend can give you the power and the love that Christ offers. No boyfriend or no girlfriend. That is why I said I wanted to introduce my boyfriend to you. His name is Jesus. Because my boyfriend happens to have filled my life with a power and a joy that no human can give. And so my life is so much happy. Whatever suffering comes my way, yes, God gives me a grace to gladly take it on. Say hallelujah. 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. യേശുവിനെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പാപത്തെ വെറുക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പാപത്തെ വെറുക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. I want to finish by telling the parents one thing. Your children and your teenagers and your youth must know Jesus. There is nothing more important than loving Christ. There is nothing more important than saying no to sin. And I have seen the beauty of suffering. And I want to tell you that every pain that you're going through, take
it on gladly and suffer with Christ. Luke 9:23. If anyone wants to become my followers, let them deny themselves, take up their cross daily and follow me. Hallelujah. Hallelujah. Hallelujah.